ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഒരു പർട്ടിക്കുലർ മൂവിയുടെ തന്നെ ACD VCD DVD എങ്ങനെ സക്സസ്ഫുള്ളി കോപ്പി ആക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് മനോരമ മ്യൂസിക് ഇറക്കിയിട്ടുള്ള സാഗർ അലി സ്റ്റേക്കിയുടെ ഓഡിയോ CD. ഇതിൽ VCD ഫ്രീ ഉണ്ട്. പടത്തിൻ്റെ മേക്കിംഗ് ആണ്. പിന്നെ എൻ്റെ MRP വന്നിരിക്കുന്നത് 65 റുപ്പീസാണ്. ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 11 ട്രാക്സ് ഇതിലുണ്ട്, ഓഡിയോ ട്രാക്സ്. റൈറ്റ് സൈഡിലുള്ളതാണ് ഇതിൻ്റെ ഓഡിയോ CD വരുന്നത്. അപ്പോൾ 11 ലോസ്ലെസ് ആയിട്ടുള്ള ഓഡിയോ ട്രാക്കുകൾ ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പടത്തിൻ്റെ മേക്കിംഗ് VCD ആണത്. സോ അടുത്തത് തന്നെ നമുക്ക് സെൻട്രൽ ഹോം എൻ്റർടൈൻമെൻറ്റ്സ് ഇറക്കിയിട്ടുള്ള DVD 9 പോകാം. ഇതാണ് DVD 9 റിലീസ്. 100 റുപ്പീസാണ് MRP വരുന്നത്. ഇൻസൈഡ് ഡിസ്ക് ഇതാണ്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഒക്കെ ഉണ്ട്. ഓഡിയോ ട്രാക്ക് DTS വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഡോൾബി ഉണ്ട്. DTS ബോക്സിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഓവർസീസ് എഡിഷൻ മ്യൂസിക് ക്രാഫ്റ്റാണ് ഇറക്കിയിട്ടുള്ളത്. സെയിം ഓഡിയോ ട്രാക്കാണ് വരുന്നത്, ഡുവൽ ട്രാക്കാണ്. അപ്പോൾ ഇത് ACD VCD DVD എങ്ങനെ കോപ്പി ആക്കാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ഇച്ചിരി ലെങ്തിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഫുള്ള് കാണുക. എന്തായിരുന്നാലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെയാണ് എല്ലാ ഹോം എൻ്റർടൈൻമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ACD ഓഡിയോ CD എങ്ങനെ നമുക്ക് റിപ്പ് ചെയ്യുന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ് ഗൈസ്. പക്ഷേ നമുക്ക് ആദ്യം ഒരു CD ഇട്ട് നോക്കുമ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് നോക്കാം. ഡിസ്ക് റീഡായിട്ടുണ്ട് ഓഡിയോ CD. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ 11 ട്രാക്സ് ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് കോപ്പി ചെയ്യാനൊന്നും പറ്റത്തില്ല. ആകെ ഇതിൽ പ്ലേ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സെർച്ച് കൊടുത്ത് നമ്മൾ വിൻഡോസ് മീഡിയ പ്ലെയർ എടുക്കുക. അത് എല്ലാവരുടെയും PC കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഓഡിയോ ട്രാക്കും അതിൽ വിസിബിൾ ആയിരിക്കും. അതെല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് റിപ്പ് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫോർമാറ്റ് കൊടുക്കുക. 3 ഫോർമാറ്റ് ലോസ്ലെസ് നമുക്ക് കൊടുക്കാം. ഞാൻ വേവാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓഡിയോ ക്വാളിറ്റി എടുക്കുമ്പോഴത്തേക്ക് 1411 kbps വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ACDയുടെ ബിറ്റ് റേറ്റ് ആണത്. പക്കയാണ്, ലോസ്ലെസ് ആണ്. എന്നിട്ട് നമ്മൾ മോർ സെറ്റിങ്സ് കൊടുത്ത് ചേഞ്ച് ലൊക്കേഷൻ, നിങ്ങൾക്ക് സ്റ്റോറേജ് പാത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ മ്യൂസിക് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ റിപ്പ് CD കൊടുക്കുമ്പോഴത്തേക്കും ഒരു 5-6 മിനിറ്റ് എടുക്കും ഫുള്ള് കോപ്പി എന്ന് വെച്ചാൽ നിങ്ങൾ റിപ്പ് ആവാനായിട്ട്. വെയിറ്റ് ചെയ്യുക അതുവരെ. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു പാത്ത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ഫുള്ളെല്ലാം ഒരു ഫോൾഡറിനകത്ത് വന്നിരിക്കും. എനിക്കിത് സാഗർ അലി സ്റ്റേക്ക് എല്ലാം വന്നിട്ടുണ്ട്. ഓരോന്നും 39 MB 38 MB ഒക്കെ വന്നിട്ടുണ്ട്. ലോസ്ലെസ് ആയിട്ടുള്ള വേവ് ഫോർമാറ്റിലാണ് ഞാൻ റിപ്പ് ചെയ്തിട്ടുള്ളത്. 11 ട്രാക്സ് ഞാൻ റിപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫോൾഡർ 423 MB വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ആ ACDയുടെ ഫയൽ സൈസാണ് 423 MB വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ACD റിപ്പ് ചെയ്യാനുള്ളത്. അടുത്ത് നമുക്ക് VCD എങ്ങനെ നമുക്ക് റിപ്പ് ചെയ്യുന്നുള്ളത് നോക്കാം. അത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ സാധാ ലോജിക്കിൽ തന്നെ എങ്ങനെയാണ് നിങ്ങൾ കോപ്പി ആക്കുന്ന അതേ ഫോർമാറ്റ് തന്നെയാണെങ്കിലും ഞാൻ വെറുതെ കാണിക്കാം ജസ്റ്റ്. അപ്പം ഡിസ്ക് റീഡായതിനു ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം MPEGAV എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിലിതിങ്ങനെ AVE എന്ന് പറഞ്ഞ ഒരു ഫയൽ കാണും, .dat എന്നുള്ളത്. അത് പ്ലേ ചെയ്ത് VLCയിൽ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ VCD പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്നത്, ഫിലിമിൻ്റെ മേക്കിങ്. വളരെ MB കുറവാണ് ഇപ്പോൾ VCD ആയതുകൊണ്ട് തന്നെ, അതിന് ഡ്യൂറേഷനും ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഒന്നി സെൻറ്റ് കൊടുക്കുക, സെൻറ്റ് ഏതെങ്കിലും ഡ്രൈവ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിത് കോപ്പി ചെയ്യാം ഏതിലെങ്കിലോട്ട്. അപ്പോൾ സക്സസ്ഫുള്ളി കോപ്പി ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണിത്. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഫയൽ എക്സ്റ്റൻഷൻ .dat മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യണം, MPG ആക്കണം. MPG ആക്കുമ്പോൾ അതൊരു വീഡിയോ ഫോർമാറ്റിലോട്ട് കൺവെർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലിമിൻ്റെ മേക്കിങ്ങിൻ്റെ VCD. സക്സസ്ഫുള്ളി ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് ഗൈസ്. വേറെ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് DVDs ആണ്. കാരണം ഞാനിങ്ങനെ ഓഡിയോ CD ഒന്നും മേടിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ DVDs ഞാൻ കോപ്പി ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം. അപ്പോൾ എങ്ങനെയാണ് ഒരു DVD ഞാൻ കോപ്പി ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് 2 സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഞാൻ കോപ്പി ആക്കുന്നത്. രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയത് വളരെ സിമ്പിളാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ ഈ 2 സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രൈവിനകത്തിട്ട DVD 9 റീഡായിട്ടുണ്ട്.
അത് ഓപ്പൺ ചെയ്യുക. ഇതാണ് വീഡിയോ ടീസ് ഫോൾഡർ. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. 6.77 GB ആണ് ഇതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്തായിരുന്നാലും ഞാൻ വേറെ വീഡിയോസിലൊന്നും അങ്ങനെ അധികം പ്ലേ ചെയ്ത് കാണിച്ചിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ടൈറ്റിലും കാര്യങ്ങളും എന്നൊക്കെ. ഇതാണ് ഇതിൻ്റെ മെയിൻ മെനു. പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് DVD 9 ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി 480p ഓഡിയോ ട്രാക്ക് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. DTS ഡോൾബി ഡിജിറ്റൽ 5.1 തന്നെയാണ്. AC3 അതാണ് ഓഡിയോ ട്രാക്ക് വരുന്നത്. പിന്നെ സബ് ടൈറ്റിൽസ് ഉണ്ട് ഇംഗ്ലീഷ്. അപ്പം DVD 9 ക്വാളിറ്റി ഉണ്ടല്ലോ ഗൈസ്, സ്റ്റാൻഡേർഡ് 480p ക്വാളിറ്റിയാണ്, പീക്കാണ്. സോ ഇതെങ്ങനെ നമുക്ക് ISO ആയിട്ട് കോപ്പി ചെയ്യാന്നുള്ളതിൽ ഫസ്റ്റ് തന്നെ മേക്ക് MKV സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ഫസ്റ്റ് തുടക്കം, ഈ ഒരു സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഡിസ്കിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടാവുന്നതായിരിക്കും, കോപ്പി ആവില്ല. ഇനി ടോപ്പിൽ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ സ്റ്റോറേജ് ഭാഗത്ത് സെലക്ട് ചെയ്യുക. ലോക്കൽ ഡിസ്ക് സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ റിനെയിം ചെയ്യുമെങ്കിൽ റിനെയിം ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അവസാനം ബാക്കപ്പ് ഡൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ ആ ഒരു പാത്ത് നോക്കുമ്പോഴത്തേക്ക് ISO കോപ്പി ആയിട്ടുണ്ടാകും. അത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ടീസ് ഫുള്ളി കോപ്പി ആയിട്ടുണ്ടെല്ലാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ISO മൗണ്ട് ചെയ്തതിനെ നമുക്ക് എജക്റ്റ് ചെയ്യാം. ISO ആണ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് വിന്നെക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. അതാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ടോപ്പിൽ ഡിസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാഗറിലേക്ക് ഡിസ്ക് വന്നിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. അതിൽ അടുത്ത DVD ബാക്കപ്പിൽ നമ്മൾ ക്ലോൺ DVD ടു ISO ഇമേജ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ കൊടുക്കുക. ബ്രൗസ് കൊടുത്തിട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള ലോക്കൽ ഡിസ്ക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ഇൻ്റർഫേസ് ക്ലോസ് ചെയ്തിട്ട് റൺ കൊടുക്കുക. അപ്പോൾ ഒരു 5 സെക്കൻഡ്സ് വരും. അതിലൊരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു DVD റിപ്പാവാൻ തുടങ്ങും. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റുമാണ്. പിന്നെ ഫുള്ളി എന്തെങ്കിലും DVDs എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും പാച്ചപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് വിഷയമില്ല. ഓക്കെ കൊടുക്കുക. അപ്പോൾ DVD സക്സസ്ഫുള്ളി കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഗൈസ്. സോ ഞാൻ പ്രിഫർ ചെയ്യണത് വിന്നെക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. എനിക്കതാണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും തോന്നിയത്. അപ്പോൾ എൻ്റെ കിട്ടിയ ആദ്യത്തെ ഓഡിയോ CD എന്ന് പറയുമ്പോൾ സാഗരയിലെ സ്റ്റേക്ക് കിട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കാരണം എനിക്കിത് കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെ കോപ്പി ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിത് നോക്കി പഠിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്കിത് യൂസ് ആയെന്ന് വിചാരിക്കുന്നു.